ഹായ് ഓൾ. എം ജി യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയാണ് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് പ്രൊഫഷണൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അത് നമുക്ക് കോളേജിൽ നിന്ന് തരും. കോളേജിൽ നിന്ന് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് കിട്ടിയും അതിന് ശേഷം നമ്മൾ കൺസോളിഡേറ്റഡ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് എം ജി യുടെ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഈ കൺസോളിഡേറ്റഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. കൺസോളിഡേറ്റഡ് സർട്ടിഫിക്കറ്റിന് നമ്മൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് അതിൻ്റെ PDF നമ്മൾ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ നേരത്ത് നമുക്കത് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യം വരും. സോ നമുക്കിന്ന് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെന്ന് നോക്കാം. അതിന് mgu.ac.in എന്നുള്ള വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യുക. അപ്പോൾ എം ജിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വരും. അതിൽ അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടലിൻ്റെ വെബ്സൈറ്റ് വരും. അതിൽ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എം ജിയുടെ ഒരുപാട് സർവീസസ് അവൈലബിൾ ആയിട്ടുള്ളത് വരും. സർട്ടിഫിക്കറ്റ് ഫോർ ഡിഗ്രി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റ് അത് അപ്ലൈ ചെയ്യാൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാം. എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അതിൽ അപ്ലൈ നൗ കൊടുക്കുക. ദെൻ നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള പോർട്ടലിലേക്ക് എൻ്റർ ആകും. അതിൽ നമുക്ക് ഏത് സർട്ടിഫിക്കറ്റിനാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിനാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. സോ അതുകൊണ്ട് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുത്തു. ദെൻ ഡിഗ്രി ടൈപ്പ് ഏതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ UG ആണ് ചെയ്തത്. അപ്പോൾ UG സെലക്ട് ചെയ്ത് കൊടുത്തു. നിങ്ങളുടെ ഡിഗ്രി ടൈപ്പ് ഏതാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ സ്റ്റഡി ടൈപ്പ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ അഫിലിയേറ്റഡ് കോളേജ് ആയിരുന്നു. സോ അഫിലിയേറ്റഡ് കോളേജ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ദെൻ പ്രോഗ്രാം ടൈപ്പ് അതേതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാം ടൈപ്പ് കൊടുക്കുക. ഞാൻ BCom ആയിരുന്നു, അതുകൊണ്ട് BCom സെലക്ട് ചെയ്തു. ദെൻ സ്ട്രീം സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ സ്ട്രീം മോഡൽ 2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരുന്നു. നിങ്ങളുടെ സ്ട്രീം ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മുടെ നാഷണാലിറ്റി അത് ഓൾറെഡി എൻ്റർ ആയിട്ട് വന്നു. ദെൻ നമുക്ക് താഴെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ ഓർഡിനറി വേണം എന്നുള്ളവർക്ക് ഓർഡിനറി കൊടുക്കാം. ഫാസ്റ്റ് ട്രാക്ക് വേണം എന്നുള്ളവർക്ക് ഫാസ്റ്റ് ട്രാക്ക് കൊടുക്കാം. വെദർ അപ്ലൈഡ് ഫോർ പ്രൊഫൈൽ ഡാറ്റ കറക്ഷൻ അത് ഞാൻ യെസ് കൊടുത്തത് അറിയാതെ കൊടുത്തതാണ്. പക്ഷെ ഞാൻ പിന്നീട് അത് നോ ആക്കി കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ അതങ്ങനെ കാണുന്നതാണ്. നിങ്ങൾ നോ കൊടുക്കുക. പ്രൊഫൈൽ കറക്ഷൻ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം യെസ് കൊടുക്കുക. ദെൻ അഡ്മിഷൻ ഇയർ കൊടുത്തു. അഡ്മിഷൻ ഇയർ എൻ്റേത് സെലക്ട് ചെയ്ത് കൊടുത്തു. നിങ്ങളുടെ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾ പഠിച്ച കോളേജ് ആ കോളേജ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻഫർമേഷൻസ് കൊടുക്കാൻ നേരം ശ്രദ്ധിച്ച് ചെയ്യുക. മിസ്റ്റേക്സ് വരാതെ പരമാവധി ശ്രദ്ധിച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. കോളേജ് നിങ്ങളുടെ ഏതാണെന്നുള്ളത് സെർച്ച് ചെയ്ത് താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി ശ്രദ്ധിച്ച് വേണം കൊടുക്കാനായിട്ട്. സോ ഏത് കോളേജാണോ അത് സ്ക്രോൾ ചെയ്ത് പോയി കൊടുക്കുക. സോ ഞാൻ എൻ്റെ കോളേജ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി രജിസ്റ്റർ നമ്പർ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഏതാണോ എത്രയാണോ അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം
റിസൾട്ട് പബ്ലിഷ് ചെയ്ത ഡേറ്റ് അറിയാവുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ചിട്ടുള്ള മന്തും ഇയറും വെച്ച് ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. പലർക്കും അത് ഓർമ്മയുണ്ടാവണം എന്നില്ല റിസൾട്ട് പബ്ലിഷ് ചെയ്ത ഡേറ്റ്. സോ ആയതിനാൽ മന്ത് ബേസ് ചെയ്തുകൊണ്ട് ആ മന്ത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തൊരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഡേറ്റ് അറിയാവുന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡേറ്റ് തന്നെ കൊടുക്കുക. ഇൻ കേസ് ആർക്കും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നത് വെച്ച് ബേസ് ചെയ്ത് ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. മന്ത് കറക്റ്റ് ആക്കി കൊടുക്കാൻ ശ്രമിക്കുക, മന്തും ഇയറും. ദെൻ അതിനു ശേഷം ആധാർ കാർഡിൻ്റെ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. റിസൾട്ട് പബ്ലിഷ് ചെയ്ത് ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് ഡേറ്റ് കൃത്യമായി അറിയില്ലായിരുന്നു. പിന്നെ വർഷവും മാസവും വെച്ചുകൊണ്ട് ഞാനൊരു ബേസ് ചെയ്തൊരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തതാണ്. പക്ഷെ എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അതുപോലെ കറക്റ്റായിട്ട് കിട്ടി. നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഡേറ്റ് നിങ്ങളുടെ ഒരു ഊഹത്തിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. മന്തും ഇയറും കറക്റ്റാക്കി കൊടുക്കാൻ ശ്രമിക്കുക. സോ ഞാൻ എൻ്റെ ഡേറ്റും മന്തും ഇയറും സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആധാർ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ ID എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങളുടെ ആധാർ നമ്പറാണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് ശേഷം താഴെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. വെദർ അപ്ലൈഡ് ഫോർ പ്രൊഫൈൽ ഡാറ്റ കറക്ഷൻ, യെസ് ആണെന്നുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. പ്രൊഫൈൽ കറക്ഷന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം യെസ് കൊടുക്കുക. പെൻഡിങ് പോസ്റ്റ് റിസൾട്ട് കറക്ഷൻ എക്സിസ്റ്റ്, യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. പെൻഡിങ് ഗ്രേസ് മാർക്ക് എക്സിസ്റ്റ്, യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ കൊടുക്കുക. വെദർ ദ റിസൾട്ട് ഓഫ് എനി റീവാലുവേഷൻ ഓർ സ്ക്രൂട്ടിനി ആർ പെൻഡിങ്, യെസ് ആണെങ്കിൽ യെസ്, അല്ലെങ്കിൽ നോ കൊടുക്കുക. വെദർ റിസൾട്ട്സ് ഓഫ് എനി റീഅപ്പിയറൻസ് എക്സാം സപ്ലിമെൻ്ററി ഓർ ബെറ്റർമെൻറ്റ് ആർ പെൻഡിങ്, യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക, നോ ആണെങ്കിൽ നോ കൊടുക്കുക. ഞാൻ നേരത്തെ കൊടുത്ത പ്രൊഫൈൽ ഡാറ്റ കറക്ഷൻ യെസ് ആണ് കൊടുത്തത്, പക്ഷെ അത് നോ ആയിരുന്നു. അത് ഞാനിപ്പോൾ തിരുത്തി കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങളുടേത് എൻ്റർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. സോ നിങ്ങളുടെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഞാനിപ്പോഴും മോഡ് ഓഫ് ആപ്ലിക്കേഷൻ ഫാസ്റ്റ് ട്രാക്ക് ആയിരുന്നു കൊടുത്തിരുന്നത്. അത് ഞാൻ ഓർഡിനറി ആക്കി കൊടുത്തിട്ടുണ്ട്. ഓർഡിനറി ആക്കി കൊടുത്താലും എനിക്ക് ഒരു 2 weeks ഒക്കെയാണ് ഡേറ്റ് എടുത്തിട്ടുള്ളൂ. എല്ലാവരും എൻ്റെ അടുത്ത് എടുക്കുന്നതിന് മുൻപ്, ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുൻപ് പറഞ്ഞു 1 വർഷത്തിന് കഴിയും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടാൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് 2 ആഴ്ച ടൈമേ എടുത്തുള്ളൂ ലഭിക്കാനായിട്ട്. അതുകൊണ്ട് ഓർഡിനറി കൊടുത്താലും മതിയാകും. നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരാനായിട്ട് ഒരുപാട് കാലതാമസമൊന്നും എടുക്കാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് 2 weeksനുള്ളിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടി. സോ ഇത്രയും നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ അഡ്രസ്സ് കൊടുക്കുക. നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സ് ഏതാണോ അത് കൊടുക്കുക.
അത് എൻ്റർ ചെയ്തതിന് ശേഷം പ്രസൻറ്റ് അഡ്രസ്സ് എൻ്റർ ചെയ്തതിന് ശേഷം സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് എന്നുള്ളത് നമ്മുടെ പെർമനൻറ്റ് അഡ്രസ്സ് ആണെന്നുള്ളത് സെയിം ആസ് കൊടുക്കുക. സെയിം ആസ് അതിൽ ടിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഓപ്പോസിറ്റ് ബോക്സിൽ എൻ്റർ ആയിട്ട് വന്നോളും. ഇനി ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് ആക്കി കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് ആക്കി കൊടുക്കാം. ഓർഡിനറിനേക്കാളും അല്പം എമൗണ്ട് കൂടും എന്നേ ഉള്ളൂ ഫാസ്റ്റ് ട്രാക്കിലും. പെട്ടെന്ന് കിട്ടുമെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഫാസ്റ്റ് ട്രാക്ക്. പക്ഷെ ഓർഡിനറി ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് എനിക്ക് 2 വീക്സിനുള്ളിൽ കിട്ടി. അപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് 1 വീക്ക് ഒക്കെ ഉള്ളിൽ കിട്ടുമായിരിക്കണം. ഫാസ്റ്റ് ട്രാക്കിന് അല്പം എമൗണ്ട് കൂടുതലാണ് എന്ന ഒരു വ്യത്യാസമുണ്ട്. സോ നമ്മൾ അഡ്രസ്സൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സ് ആണെന്നുള്ളത് സെയിം ആസിൽ ടിക്ക് ചെയ്തു. അപ്പോൾ ആ ബോക്സിലും എൻ്റർ ആയി വന്നു. ദെൻ ലൊക്കേഷൻ എവിടെയാണ്, ഇൻസൈഡ് ഇന്ത്യ ആണോ ഔട്ട്സൈഡ് ഇന്ത്യ ആണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇൻസൈഡ് ഇന്ത്യ ആണ്, അത് സെലക്ട് ചെയ്തു. പിന്നെ ഞാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. അഡ്രസ്സ് നിങ്ങൾ കൊടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഏത് അഡ്രസ്സാണോ കൊടുക്കുന്നത് ആ അഡ്രസ്സിലേക്കായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റ് വരിക. അപ്പോൾ നിങ്ങളുടെ പെർമനൻ്റ് അഡ്രസ്സ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്ത് ഏത് പോസ്റ്റിലേക്കാണോ വരേണ്ടത് എന്നുള്ളത് ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ അഡ്രസ്സ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. എങ്ങോട്ടേക്കാണോ പോസ്റ്റ് വരേണ്ടത് ആ അഡ്രസ്സ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ അഡ്രസ്സ് ഒന്നും നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൽ എൻ്റർ ആയി വരത്തൊന്നുമില്ല. സോ എങ്ങോട്ടാണ് പോസ്റ്റ് വരേണ്ടത് ആ അഡ്രസ്സ് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ദെൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ട ഓപ്ഷനാണ്. JPG ഫോമാറ്റിലാണ് നമ്മൾ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയിട്ടും റീഡബിളും ആയിട്ടുള്ള ഒരു ഫോമാറ്റിൽ വേണം നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 500 KB റേഞ്ചിന് അകത്താണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഇമേജ് സൈസ് വരേണ്ടത്. ദെൻ നമ്മുടെ 10th സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ്, കൺസൾട്ടേഷൻ സർട്ടിഫിക്കറ്റ്, പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ദെൻ കൺസൾട്ടേഷൻ സർട്ടിഫിക്കറ്റിൽ കാർഡ് 1 പേജ് 1, പേജ് 2, പേജ് 3 അങ്ങനെ 3 ഓപ്ഷൻസ് ആയിട്ട് ഓരോ പേജും ഓരോ രീതിയിലായിട്ട് ഓരോ പേജും അതാത് രീതിയിലായിട്ട് JPG ഫോമാറ്റിൽ 500 KBക്കകത്ത് ഇമേജ് സൈസ് കൊണ്ടുവന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. സോ ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. കൺസൾട്ടേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത് കിട്ടിയതിന് ശേഷം വേണം നമുക്ക് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് അപ്ലോഡ് ചെയ്യാൻ എന്നുള്ളത്. സോ ഈ ഒരു ഓപ്ഷൻ വരുമ്പോൾ നമുക്ക് കൺസൾട്ടേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ ഓരോ പേജസും നമുക്ക് എൻ്റർ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ കൺസൾട്ടേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുക്കുന്നത്. സോ നമ്മൾ JPG ഫോമാറ്റിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഡിസ്ക്ലെയിമർ ആണ്. അതിൽ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു OTP വരും. OTP വന്നതിന് ശേഷം നമ്മുടെ മൊബൈലിലേക്ക് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ്സിലേക്കോ മൊബൈൽ നമ്പറിലേക്കോ നമുക്ക് OTP വരും. ദിസ് OTP ഹാസ് ബീൻ സെൻഡ് ടു യുവർ രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ്സ്. സോ ഇമെയിൽ അഡ്രസ്സിൽ OTP വരും. OTP നമ്മൾ ഇമെയിലിൽ പോയി ഏത് മെയിൽ ID ആണോ കൊടുത്തത് അതിൽ പോയി ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ OTP എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് OTP വെരിഫൈ ചെയ്തു. ദെൻ അതിനുശേഷം ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾ ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടി എടുത്ത് വെക്കുക. ഞാൻ ഓർഡിനറി ആണ് കൊടുത്തത്. എനിക്ക് 850 രൂപയാണ് പേയ്മെൻറ്റ് വന്നത്. ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് 585 രൂപയും
ട്രാൻസ്മിഷൻ ചാർജായിട്ട് 190 രൂപയും ഞാൻ 1 വർഷത്തിന് ശേഷമാണ് എൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം 1 വർഷത്തിന് ശേഷമാണ് ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് 75 രൂപ എക്സ്ട്രാ ചാർജും വന്നു. സോ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എത്ര വർഷം ഗ്യാപ്പ് എടുത്തോ ആ വർഷത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് എമൗണ്ട് വേരിയേഷൻസ് വരാം. സോ അതുകൊണ്ട് പാസ് ഔട്ട് ആയതിനു ശേഷം ഉടനെ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ഓർഡിനറി ആണ് കൊടുത്തത്. എനിക്ക് 850 രൂപയാണ് ഈ പേയ്മെൻറ്റ് വന്നത്. ദെൻ പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുക. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് പേടിഎം പേയ്മെൻ്റ് ആണോ SBI ഇ-പേ ആണോ ചെയ്യേണ്ടത്, പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോയി അതിനുശേഷം നമ്മൾ ഏത് ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ SBI ഇ-പേ ആണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. നിങ്ങളുടെ പേയ്മെൻറ്റ് ഓപ്ഷൻ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഡെബിറ്റ് കാർഡാണോ ക്രെഡിറ്റ് കാർഡാണോ യൂസ് ചെയ്യുന്നത് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇവിടെ UPI ആണ് യൂസ് ചെയ്യുന്നത്. സോ UPI ഐഡിയോ UPI QR കോഡോ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ പേ നൗ കൊടുക്കുക. പേ നൗ കൊടുത്തതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് പ്രോസസ്സിങ്ങിലേക്ക് പോകും. അവർ QR കോഡ് തരും. QR കോഡ് സെലക്ട് ചെയ്ത് കൊടുത്തത് കൊണ്ടാണ് QR കോഡ് വരുന്നത്. ദെൻ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് ഇ-പേ ചെയ്യേണ്ടതാണ്. നമുക്ക് ട്രാൻസാക്ഷൻ നടത്തുന്നതിന് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. സോ അതുകൊണ്ട് ടൈം ലിമിറ്റിനുള്ളിൽ നമ്മൾ ട്രാൻസാക്ഷൻ നടത്താൻ ശ്രമിക്കുക. ഇതുമായി മറ്റെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ദെൻ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം ഈ പേയ്മെൻറ്റ് സക്സസ് ആകും. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ പേയ്മെൻറ്റ് സക്സസ് ആയതിനു ശേഷം നമുക്കൊരു മെസ്സേജ് പോലെ വരും. നമ്മുടെ സർവീസ് ബില്ലാണ്. നമ്മുടെ ID ദെൻ ഇൻഫർമേഷൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. ദെൻ നമ്മളുടെ ബിൽ ഡീറ്റെയിൽസ് ഒക്കെയാണത്. റെസിപ്റ്റ് നമ്പർ, ട്രാൻസാക്ഷൻ ID, പേർപ്പസ്, ആപ്ലിക്കേഷൻ നമ്പർ എല്ലാം എൻട്രഡ് ആയിട്ട് വന്നിട്ടുണ്ടാകും. അതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ റെസിപ്റ്റ് ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. അതിൽ നമ്മുടെ ബാങ്ക് എമൗണ്ട്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, ദെൻ ആപ്ലിക്കേഷൻ ഫോർ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ്